ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഫ്രാക്ടൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മെത്തേഡാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതിനെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഡെയിലി ബയാസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കണമെന്നില്ല. നമുക്കൊരു ഒരു ഫ്രെയിം വർക്ക് ഒരു 50 മിനിറ്റ്സിൻ്റെ ഒരു സ്വീപ്പ് ആൻഡ് ഒരു ബ്രേക്ക് അത് മാത്രം നമ്മൾക്ക് നോക്കിയാൽ മതി. ദെൻ കിൽ സോൺ ടൈമിലായിരിക്കണം, അതായത് ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക് എന്നുള്ള കിൽ സോൺ ടൈം ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഈ എൻട്രിയും കാര്യങ്ങളും എടുക്കേണ്ടത്. ഒരു 50 മിനിറ്റ്സിൻ്റെ ഫ്രാക്ടൽ ബ്രേക്കിലാണ് നമ്മൾ ഈ എൻട്രിയും കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രാക്ടൽസ് എന്ന് ഞാൻ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ രൂപം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊരു കൺഫ്യൂസ്ഡ് ടോപ്പിക്കാണ് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്. അപ്പോൾ അതൊരു സിമ്പിളായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ഫ്രാക്ടൽസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രാക്ടൽസിൻ്റെ ഹൈ ആൻഡ് ലോ കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രാക്ടൽസ് എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓൾറെഡി ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഫ്രാക്ടൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വില്യംസ്, ഇതാണ് ഒറിജിനൽ ഇൻഡിക്കേറ്റർ. വില്യംസ് ഫ്രാക്ടൽസ് എന്ന് പറയുന്നത്, വില്യംസ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ വില്യംസ് ഫ്രാക്ടൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നെഫ്യൂ സാം എന്ന് പറയുന്ന ആളുടെ ഈ ഒരു ഫ്രാക്ടൽസ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ഇൻഡിക്കേറ്റർ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് റെഡ് ആൻഡ് ഗ്രീൻ ആയിരിക്കും, ഞാനത് എല്ലാതും ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ മുകളിലുള്ളത് ഹൈ, ദെൻ ഇത് ലോ ആയിട്ടാണ് കാണേണ്ടത് ഈ ഒരു അതായത് ഈ ഒരു ഏരോസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രാക്ടൽസ് എന്നുള്ളത്? അപ്പോൾ ഒരു 5 ക്യാൻഡിൽസിൻ്റെ ഹൈ ആൻഡ് ലോ എന്ന് ചെറുതായിട്ട് നമുക്ക് പറയാം. അതായത് ചെറിയ രൂപം. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ക്യാൻഡിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ലോ ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു ലോ എങ്ങനെയാണ്, ഓക്കെ ഓക്കെ, ഈ ഒരു ലോ എങ്ങനെയാണ് ഫോം ആയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 1 2 3 4 5, അതായത് ഈ ഒരു 5 ക്യാൻഡിൽസിൻ്റെ ലോ ആണ് ഇപ്പോൾ ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? 1 2 3 4 5. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽസിൻ്റെ ലോ ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 5 ക്യാൻഡിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ ക്യാൻഡിൽ ഇവിടെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലോ ആൻഡ് ഹൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യെസ്, ദെൻ ഇവിടെ മുകളിൽ ഒരു ഏരോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരോ എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 2 3 4 5 ഈ ഒരു 5 ക്യാൻഡിൽസിൻ്റെ ഹൈ പോയിന്റ്, അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഹൈ ഫ്രാക്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ദെൻ ഇവിടെ ഹൈ ആൻഡ് ലോ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ഹൈ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. 1 2 3 4 5 ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ചപ്പോഴാണ് ഇത് അവിടെ ആ ഒരു ഫ്രാക്ടലിൻ്റെ ഹൈ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ അവിടെ ഒരു ഫ്രാക്ടൽ ഹൈ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഫ്രാക്ടലിന് അവിടെ ഹൈ വന്നു, ആ ഒരു ക്യാൻഡിലിൻ്റെ ഫ്രാക്ടൽ ഹൈ അവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 2 3 4 5, ദെൻ ഇവിടെ ലോ എപ്പോഴാണ് വന്നത്? ലോ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ക്യാൻഡിൽസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത്. 1 2 3 4 5 ഈ ഒരു 5 ക്യാൻഡിൽസിൻ്റെ ആ ഒരു റേഞ്ച്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 ക്യാൻഡിൽസ് എടുത്തിട്ടാണ് ഈ ഒരു ലോ ഫോം ആയിട്ടുള്ളത്. ഈ ഒരു 5 ക്യാൻഡിൽ എടുത്തിട്ടാണ് ഇവിടെ ഒരു ഹൈ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്രാക്ടൽസ് മാർക്കറ്റിൽ. ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഇത് തന്നെയാണ് 1 മിനിറ്റിലും 15 മിനിറ്റിലും 1 അവറിലൊക്കെ ഫ്രാക്ടൽസിൻ്റെ ഹൈ ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഹൈ ഫോം ആവുന്നത് എന്നാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും യൂസ് ചെയ്യാവുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, എങ്ങനെയാണ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, നമുക്കപ്പോൾ ഒരു പുതിയ ദിവസമാണ്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് ഏഷ്യൻ്റെ കിൽ സോൺ ആണ്. അതായത് നമ്മൾ ഈ ഒരു കളർ കണ്ടില്ലേ, ഈ ഒരു യെല്ലോ, ഈ ഒരു ബ്ലൂ, ഗ്രീൻ, ഇതാണ് ഓറഞ്ച് ആയിട്ടുള്ള കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് ഏഷ്യൻ്റെ കിൽ സോൺ ടൈമാണ്. ഇത് ലണ്ടൻ്റെ കിൽ സോൺ ടൈമാണ്. ഇത് ന്യൂയോർക്കിൻ്റെ കിൽ സോൺ ടൈമാണ്. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെഷൻ ഇൻഡിക്കേറ്റർ ആണ്. FX ഏഷ്യൻ സെഷൻ റേഞ്ച് എന്ന ഇൻഡിക്കേറ്റർ നമുക്ക് എടുത്തത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കിൽ സോൺ ടൈമും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു. ഇപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് ഇവിടെ 3 ഹൈസാണ് ഉണ്ടായത്. ഇതാണ് ഇവിടുത്തെ ലോസ്. ഓക്കെ, നമ്മൾക്ക് ഇനി
യെസ്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഈ ഒരു 5 ക്യാൻഡിൽസ്, അതായത് ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ് ഹൈയും ലോ ആയിട്ടുള്ളത്. അതൊരു വേറൊരു സിനാരിയോ കൂടിയാണ്. ഓക്കെ. സംടൈംസ് ഒരു ക്യാൻഡിൽ തന്നെ ഹൈ ആൻഡ് ലോസ് വരും. ആ ഒരു 5 ക്യാൻഡിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽസിനായിരിക്കും ഹൈ ആയിട്ടും ലോ ആയിട്ടും ഫോം ആയിട്ടുണ്ടാവുക. ഓക്കെ. ദെൻ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ റീസെൻ്റ് ആയിട്ടുള്ള ലോ, ഇതാണ് റീസെൻ്റ് ആയിട്ടുള്ള ഹൈ അല്ലേ. യെസ്. മാർക്കറ്റ് ഈ ഒരു ഹൈനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ആ ഒരു ലോനെ തന്നെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫർമേഷനാണ് നമ്മൾക്ക് മാർക്കറ്റിൽ വേണ്ടത്. ഓക്കെ. ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. അത് കിൽ സോണിൻ്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആ ഒരു ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ, അതായത് ആ ഒരു ഹൈ ആൻഡ് ലോ, ഇത് ഹൈ ആണ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ മാർക്കറ്റോടെ സ്വീപ്പ് ചെയ്തിട്ട് നല്ല ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ബോഡിയാണ് ക്ലോസ് ആവേണ്ടത്. വിക്ക് നമ്മൾ ക്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ക്ലോസ് ആയി 50 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എൻട്രി കാര്യങ്ങൾ പ്ലേസ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് സിങ് ഹൈയിലാണ് വെക്കുന്നത്. ഓക്കെ. ദെൻ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1.5 RR ആണ്. ഓക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് 1.5 എന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ബയാസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ദെൻ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെറ്റപ്പ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ 1.5 RR നമ്മൾ അതായത് റിസ്ക് റിവാർഡ് നമ്മളാക്കുന്നത്. ദെൻ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് റിവേഴ്സിൽ വരാം നമ്മളുടെ എൻട്രിയിൽ നിന്ന്. ബിക്കോസ് നമ്മൾ ഫ്രാക്ടൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്, അതായത് നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആവാതെയാണ് നമ്മൾ ഈ എൻട്രിയും കാര്യങ്ങളും എടുക്കുന്നത്. ദെൻ ഈ എൻട്രി പവർഫുൾ ആണ്, നമുക്ക് മേ ബി റിവേഴ്സൽ എൻട്രീസ് ആയിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ദെൻ ലോ ആയിട്ടുള്ള പുൾ ബാക്ക് എൻട്രി നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ 1.5 RR ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളുടെ TP ഹിറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഇവിടെ നമ്മൾക്ക് TP ഹിറ്റ് ആയിട്ടില്ല, 1.5 RR TP ഹിറ്റ് ആയിട്ടില്ല. നമ്മൾക്ക് അഗെയിൻ ഒരു സെറ്റപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഒരു സ്വീപ്പ് നടന്നു. ദെൻ ആ ഒരു സ്വീപ്പ് നടന്ന ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഹാർഡ് ക്ലോസ് ആണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ എൻട്രിയും കാര്യങ്ങളും വരുന്നത്, അതായത് കിൽ സോൺ ടൈമിലല്ല ഈ എൻട്രിയും കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം, ഈ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കിൽ സോണിലല്ല, കിൽ സോണിൻ്റെ പുറത്താണ്. ഏകദേശം കിൽ സോൺ കഴിയുന്ന ഒരു ടൈമിലാണ് ഈ എൻട്രി സെറ്റപ്പ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രിയിൽ തന്നെ ഉറച്ച് നിൽക്കാം. ബിക്കോസ് നമുക്ക് കിൽ സോണിൻ്റെ പുറത്ത് കിൽ സോൺ ടൈമിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ കിൽ സോണിൻ്റെ ടൈമിൽ മാത്രമേ നമുക്ക് എൻട്രി കാര്യങ്ങളുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ എടുക്കുന്നില്ല, ഇതൊരു ഇൻവാലിഡ് ആണ്. നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യുന്നില്ല, ഈ ട്രേഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ദെൻ ലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലണ്ടനിൽ ട്രേഡ്സും കാര്യങ്ങളുണ്ടോ നോക്കാം. ഓക്കെ. ലണ്ടനിൽ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ വിൻ റേറ്റും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏഷ്യൻ സെഷനിൽ മാത്രം ഈ ഒരു സ്വീപ്പും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രം നമുക്ക് ട്രേഡ്സ് എടുക്കാം. അല്ലെങ്കിൽ ലണ്ടൻ സെഷനിൽ മാത്രം നമുക്ക് ഈ ഒരു സെറ്റപ്പ് നോക്കിയിരിക്കാം. അല്ലെങ്കിൽ ന്യൂയോർക്കിൽ മാത്രം നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്ക് വളരെയധികം കുറവ് ട്രേഡ്സും കാര്യങ്ങളും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് എപ്പോഴാണോ നമ്മളുടെ ആ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു സ്വന്തമായിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു ടൈം ഫ്രെയിമിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് ആ ഒരു ടൈം ഫ്രെയിമിൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻ റേറ്റും കൂടും, നമ്മൾക്ക് അധികം ലോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ മേജർ പെയർ ആയിട്ടുള്ള യൂറോ, GBP, USD, ദെൻ ഗോൾഡ്, ഇതിലൊക്കെ വർക്ക് ആവുന്ന ഒരു മെത്തേഡാണിത്. നമുക്കിവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, ദെൻ ആ ഒരു ഹൈനെ മാർക്കറ്റ് ഹാർഡ് ക്ലോസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ. ദെൻ ബ്രേക്ക് ആയ ഉടനെ നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി പ്ലേസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ഇവിടെ. ഓക്കെ. 1.5 നമ്മളിവിടെ ഡ്രോൺ ലിക്വിഡിറ്റിയും കാര്യങ്ങളും നോക്കണില്ല. ദെൻ ഈ ഒരു എൻട്രി ഒരുപാട് ലോങ് റൺ ചെയ്യിപ്പിക്കാനും നോക്കണ്ട. ഇപ്പോൾ ദെൻ നോക്കും, നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് സഡൻലി ആ ഒരു എൻട്രി റിവേഴ്സ് ആയോ, ഇല്ല ഇവിടുന്ന് ഒരു സെറ്റപ്പ് ഉണ്ടായി, നമ്മൾ ഗിൽസോണിൻ്റെ ആ ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ എൻട്രി എടുത്തില്ല. ദെൻ ഇവിടുന്ന് ആ ഒരു എൻട്രി വന്നു. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു എൻട്രിയിലാണ് നമ്മൾ കയറുന്നത്. ഓക്കെ. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇതാണ് ആക്ച്വലി ഈ ഒരു സെറ്റപ്പാണ് ഫ്രാക്ടൽസ് സ്വീപ്പ് ആൻഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. നമുക്കിത് ഏത് പെയർ വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പെയറിൽ എടുക്കാൻ ശ്രമിക്കുക. എല്ലാം പെയറിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ലോസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് ഒരു പെയർ അല്ലെങ്കിൽ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ട്രേഡ് അങ്ങനത്തെ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി ചാൻസസ് കൂടുതലാണ്. ഓക്കെ. നമുക്കപ്പോൾ ലണ്ടൻ കഴിഞ്ഞു. ലണ്ടനിൽ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ദെൻ ന്യൂയോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലൂടെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല.
യെസ്, മാർക്കറ്റ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈനെ സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് യെസ് ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്തു, നമ്മൾക്ക് ഇവിടെ ബ്രേക്ക് ആവാനൊരു ലോ ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഹാർഡ് ക്ലോസ് ആയിട്ടുണ്ട്. യെസ്, ക്യാൻഡിൽ ക്ലോസ് ആണ്. സ്ട്രോങ് ബ്രേക്കാണ്, ഇവിടെ 2 ലോ ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു ഹൈ പ്രോബബിൾ ട്രേഡ് അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് 1.5 തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ആ ഒരു കിൽ സോൺ ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക് കിൽ സോൺ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് എന്നുള്ളത്. റിസൾട്ടും കാര്യങ്ങളുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, സി യു.